കുറച്ചുനേരം റയാൻഷ് ഹരിയെ തന്നെ നോക്കി. ഹരി ലച്ചുവുമായി സംസാരിക്കുന്ന തിരക്കിലാണ്. റയാൻഷ് എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വല്യച്ഛനും വല്യമ്മയും അകത്തേക്ക് കയറി വന്നത്. അവരെ കണ്ടതും ലച്ചുവും ഹരിയും ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റു. വേണോ വേണ്ടെന്ന ചിന്തയിൽ റയാൻഷും എഴുന്നേറ്റു. ലച്ചു എപ്പോഴെത്തി ചോദിച്ചുകൊണ്ട് വല്യച്ഛനും വല്യമ്മയും സെറ്റിയിലേക്ക് ഇരുന്നു. ഞങ്ങൾ വന്നിട്ട് കുറച്ചേരായി. ഞങ്ങൾ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത്. വല്യച്ഛനും വല്യമ്മയും പോയി ജാതകം നോക്കിയോ? ലച്ചു വല്യമ്മയുടെ അടുത്തേക്ക് ഇരുന്നോണ്ട് ചോദിച്ചു. അവൾക്ക് അതാണ് അറിയേണ്ടത്. അവളുടെ ഏട്ടനൊരു തുണ, അതാണ് അവൾ ആഗ്രഹിക്കുന്നത്. വല്യമ്മ അവളുടെ ചോദ്യം കേട്ടൊരു ചിരിയോടെ അവളുടെ കവളിൽ തഴുകി. ഞങ്ങൾ വൈകുന്നേരം പോയി ജാതകം നോക്കി. 10ൽ 8 പൊരുത്തമുണ്ട്. അത് മതിയോ ഹരിയെ? ചിരിയോടെ വല്യമ്മ അവനെ നോക്കി ചോദിക്കുമ്പോൾ ഹരി ചിരിച്ചു കാണിച്ചു. അതിലുണ്ടായിരുന്നു കൂടുതൽ പൊരുത്തമൊന്നും വേണ്ടെന്ന്. റയാൻഷ് അതിൽ നിന്നും അഭിപ്രായം പറയാതെ മിണ്ടാതെ സെറ്റിയിലേക്ക് ചാരിക്കായി രണ്ടും കെട്ടിയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ആ പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്ക്. ഇഷ്ടപ്പെട്ട നമുക്ക് നാളെ തന്നെ പോയി കാണാം. ചിരിയോടെ വല്യമ്മ പറയുമ്പോൾ ലച്ചു വല്യച്ഛന്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം ഫോൺ ഓണാക്കി അതിലെ ഫോട്ടോ ലച്ചുവിനെ നേരെ നീട്ടി. അതിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ വിടർന്നു. നല്ല ഭംഗിയുള്ള ഒരു കുട്ടി. ലച്ചു വിടർന്ന കണ്ണുകളോടെ ഹരിയുടെ നേരെ ഫോൺ നീട്ടി. ഹരി ഫോൺ വാങ്ങി അതിലേക്ക് നോക്കി. ഒരു സെറ്റ് സാരി എടുത്ത ഫോട്ടോയാണ്. അരവരെയുള്ള മുടി വിടർത്തിയിട്ടിട്ടുണ്ട്, കണ്ണെഴുതിയിട്ടുണ്ട്, പുട്ടു തൊട്ടിട്ടുണ്ട്. അത്യാവശ്യം നന്നായി അണിഞ്ഞൊരുങ്ങിക്കൊണ്ടുള്ള ഒരു ഫോട്ടോ. കയ്യിലും കാതിലും കഴുത്തിലുമൊക്കെ അത്യാവശ്യം ആഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ടൊരു ഫോട്ടോ. നല്ല കുട്ടി അല്ലേട്ടാ? ലച്ചു ഹരിയുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ ഹരി ഒന്നും മൂടി. അവൻ കയ്യിലുള്ള ഫോട്ടോ റയാൻഷിനെ നേരെ നീട്ടി. ഒരൊറ്റ വട്ടം അതിലേക്ക് നോക്കിയവൻ കണ്ണുകൾ മാറ്റി. നിനക്ക് പറ്റും. ഹരിയെ നോക്കി അത്രയും പറഞ്ഞിട്ട് റയാൻഷ് സെറ്റിൽ നിന്നും എഴുന്നേറ്റു. റയാൻഷ് അങ്ങനെ പറഞ്ഞതും ഹരി കയ്യിലുള്ള ഫോണിലെ സ്ക്രീനിലേക്ക് ഒന്നുകൂടെ നോക്കി. നിനക്ക് പറ്റുമെന്ന് പറയാൻ മാത്രമൊക്കെ ചേർച്ചയുണ്ട്. എൻ്റെ ടേസ്റ്റ് എങ്ങനെയാണോ? അവൻ ആ ഫോട്ടോയിലേക്ക് ഒന്നുകൂടെ നോക്കിക്കൊണ്ട് ഫോൺ വല്ലിച്ചനെ നേരെ നീട്ടി. നിനക്കിഷ്ടായോ? വല്ലിച്ചൻ ഫോൺ കൈനീട്ടി വാങ്ങുമ്പോൾ ഹരിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൻ ലച്ചുവിനെ ഒന്ന് നോക്കി. ഒരു ചെറു ചിരിയോടെ ഇരിക്കുന്നുണ്ട്. അവൻ വല്യമ്മയെ നോക്കി. അവിടെയും ഒരു ചിരിയോടെ ഇരിക്കുന്നുണ്ട്. അവൻ റയാൻഷിനെ നോക്കി. തിരിഞ്ഞു നിന്ന് ഡൈനിങ് ടേബിളിലെ കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ്. ഇഷ്ടപ്പെട്ടില്ലേ? ലച്ചു ഹരി കുലുക്കി വിളിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഹരി ഒന്ന് മൂളി. ആ മുളൽ ചെവിയിൽ പതിഞ്ഞ പോലെ റയാൻഷ് തിരിഞ്ഞു നിന്ന് ഹരി ഒന്ന് നോക്കി. റയാൻഷ് നോട്ടം കണ്ടപ്പോൾ ഹരിയും അവനെ നോക്കി. റയാൻഷ് നോട്ടം മാറ്റി. എന്നാ നാളെ വൈകുന്നേരം നിന്റെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ലച്ചുവും റയാൻഷും വരട്ടെ. ഞാനും ഇവളും പിന്നെ ആരെങ്കിലും ഉണ്ടോ ചോദിക്കട്ടെ. അങ്ങനെ തീരുമാനിക്കാം അല്ലേ? വല്ലിച്ചൻ ചോദിക്കുമ്പോൾ ഹരി ഒന്ന് മൂളി. ഞാൻ ഏകദേശം അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ നിശ്ചയം നടത്താം. വിവാഹം 1 വർഷത്തിൽ അധികം എടുത്താലും കുഴപ്പമില്ല. എന്തിനാ 1 വർഷത്തിൽ അധികം എടുക്കുന്നത്? അവനൊരു കൂട്ടിന് വേണ്ടിയിട്ടല്ലേ വിവാഹം നോക്കുന്നത്? പിന്നെ എന്തിനാ വൈകിക്കുന്നത്? വല്യച്ഛൻ പറഞ്ഞു നിർത്തിയത് റയാൻഷ് അവന്റെ അഭിപ്രായം പറഞ്ഞു. വെളിച്ചന് ആ പറഞ്ഞത് പിടിച്ചിട്ടില്ല. അതുപോലെ ഒരു നോട്ടമാണ് അദ്ദേഹം നോക്കിയത്. അവന്റെ അച്ഛനും അമ്മയും അവനെ വിട്ടു പോയിട്ട് വെറും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്ര ധൃതിപ്പെട്ട് എന്തിനാണ് പെണ്ണ് നോക്കുന്നത്? 1 വർഷം കഴിയുമ്പോഴേക്കും നോക്കിയാൽ മതിയല്ലോ. റയാൻഷ് പറയുമ്പോൾ ഹരി അവന്റെ മുഖത്തേക്ക് നോക്കി. വലിഞ്ഞു മുറുകിയ മുഖം, എന്തിനൊരു ദേഷ്യമുള്ളതുപോലെ. വീട്ടിലേക്ക് കയറി വരുന്ന സമയം എന്തൊരു ചിരിയിലായിരുന്നു. തമാശ പറയും, കളി ചിരിയും. ഇപ്പോ എത്ര വേഗമാണ് സ്വഭാവം മാറിയത്. ലവ് മാരേജ് അല്ലല്ലോ, അറേഞ്ച് മാരേജ് അല്ലേ. ഒന്ന് അടുത്തറിയാനൊക്കെ സമയം വേണ്ടേ? അതൊക്കെ കഴിഞ്ഞ് നടത്താം. ഒരാൾ വിളിക്കാനും പറയാനും ഉണ്ടെങ്കിൽ വലിയ സങ്കടമൊന്നും തോന്നില്ല. ഒരാൾ കൂടെ ഉള്ളതുപോലെ തോന്നും. വല്യച്ഛൻ റയാൻഷിനെ നോക്കി പറയുമ്പോൾ ഹരിയുടെ മനസ്സിൽ തെളിഞ്ഞത് അവന്റെ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖമായിരുന്നു. അടുത്തിരിക്കുന്ന ഫോൺ ഓണാക്കി അതിലേക്ക് നോക്കി. മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും ഇല്ലെന്ന് കണ്ടതും അവൻ അതുപോലെ ഓഫാക്കി. അപ്പോ എല്ലാം പറഞ്ഞ പോലെ നാളെ ഉച്ചയ്ക്ക് ഞാൻ വിളിക്കാം. വൈകിട്ട് ഒരു സമയം തീരുമാനിച്ചിട്ട് ഇറങ്ങാം. അതും പറഞ്ഞിട്ട് വല്യച്ഛന്റെ ഹരിയെ നോക്കി പുറത്തേക്ക് നടന്നു. വല്യമ്മ സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് ലച്ചുവിനെ നോക്കി. കഴിച്ചോ? ഞങ്ങൾ വരുമ്പോ വാങ്ങിയിട്ടാ വന്നത്. അങ്ങോട്ട് വരായിരുന്നില്ലേ? വല്യമ്മ പറഞ്ഞതും ലച്ചു അതിനൊന്ന് ചിരിക്കുക മാത്രം ചെയ്ത് അവർ യാത്ര പറഞ്ഞു പോയതും ലച്ചുവും ഹരിയും ഉമ്മറത്തേക്ക് വന്നു. നല്ല കുട്ടിയാ അല്ല ഹരിയേട്ടാ? എന്നെക്കാൾ വയസ്സുണ്ടോ ചോദിച്ചില്ല. ലച്ചു പറയുമ്പോൾ ഹരി ഒരു ചിരിയോടെ അവളെ നോക്കി. വയസ്സറിഞ്ഞിട്ട് എന്തിനാ? വയസ്സധികമാണെങ്കിൽ ഞാനൊരു ബഹുമാനം കൊടുക്കണ്ടേ? അല്ലെങ്കിലും ഏട്ടന്റെ ഭാര്യ എന്നൊരു ബഹുമാനം ഉണ്ടാകും. അതല്ലാതെ ഞാൻ ഇത്തിരി ബഹുമാനത്തിൽ നിൽക്കണ്ടേ? വയസ്സ് കുറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ എന്നോട് ഇത്തിരി ബഹുമാനത്തിൽ നിൽക്കും. ലച്ചു പറയുമ്പോൾ ഹരി അവളെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾക്ക് ഒത്തിരി ടെൻഷൻ ഉള്ളതുപോലെ, ഭാവിയിൽ എന്താകും എങ്ങനെയാകും എന്നൊക്കെയുള്ള പേടിയുള്ളതുപോലെ. അതൊന്നും ആലോചിക്കേണ്ട, എല്ലാം ശരിയാകും. നല്ലതേ നടക്കും. ഏട്ടൻ നല്ലതേ നടത്താൻ സമ്മതിക്കും. ഹരി ലച്ചുവിനെ നിറകിൽ മുത്തിക്കൊണ്ട് അവൾക്ക് വാക്ക് കൊടുത്തു. ആ വാക്ക് ലച്ചുവിൽ
ഒത്തിരി സമാധാനം നിറച്ചു. ഹരിയും ലച്ചുവും അകത്തേക്ക് വരുമ്പോൾ റയൻ സെറ്റിയിലിരുന്ന് ഫോണിൽ കളിക്കുന്നുണ്ട്. കിച്ചുവേട്ടൻ അമ്മയോട് പറഞ്ഞില്ലേ ഇന്നിവിടെ നിൽക്കുന്ന കാര്യം? നീ വിളിച്ചില്ലേ? ഫോണിൽ നിന്ന് നോക്കാതെ കടുപ്പിച്ചൊരു ചോദ്യം. ലച്ചു ഒന്നും മോളി. അത് മതി, രണ്ടാളും മാറി മാറി വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. അവൻ കടുപ്പത്തിൽ പറയുമ്പോൾ ലച്ചു ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് നടന്നു. റയൻഷ് മുഖം ഉയർത്തി അവൾ പോന്ന് നോക്കി. പിന്നെ നോക്കിയത് അവനെ നോക്കി നിൽക്കുന്ന ഹരിയുടെ മുഖത്തേക്കാണ്. നിനക്ക് വല്ല ദേഷ്യവും ടെൻഷനും ഉണ്ടെങ്കിൽ അതിന്റെ പെങ്ങളോട് തീർക്കാൻ നിൽക്കണ്ട, ഒന്ന് പോടാ. ഹരി പറഞ്ഞതിനെ പുറ്റിച്ചുകൊണ്ട് റയൻഷ് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നടന്നു. ആ പോക്ക് കണ്ടപ്പോൾ ഹരി ഒന്ന് ചിരിച്ചു. പിണങ്ങി പോകുന്നത് പോലെ ഒരു പോക്ക്. ഹരി കുറച്ചു നേരം ലച്ചുവിന്റെ ഒപ്പം കൂടി സംസാരിച്ചതിന് ശേഷമാണ് റൂമിലേക്ക് പോയത്. റൂമിലെത്തിയ ശേഷം ഹരി ഫോൺ എടുത്ത് ബെഡിലേക്ക് കിടന്നു. അയച്ച മെസ്സേജ് എല്ലാം ഒന്നും വിടാതെ കണ്ടിട്ടുണ്ട്. റിപ്ലൈ മാത്രമില്ല. ഹരി ബെഡിലേക്ക് കിടന്ന് റോഷ്നിയുടെ നമ്പറിലേക്ക് അടിച്ചുകൊണ്ട് ഫോൺ ചെവിയിലേക്ക് വെച്ചു. അറ്റൻഡ് ആകുന്നില്ല. അവൻ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരുന്നു. 4-5 തവണ അടിച്ച ശേഷം കോൾ അറ്റൻഡ് ആയി. ഹലോ. ഹരി ഹലോ പറഞ്ഞിട്ടും അപ്പുറത്തും മിണ്ടാട്ടും ഒന്നുമില്ല. ഹരി ഫോൺ ചെവിയിൽ നിന്നും മാറ്റി സ്ക്രീനിലേക്ക് നോക്കി. കോൾ കട്ടായിട്ടൊന്നും ഇല്ലെന്ന് കണ്ടതും അവൻ ഫോൺ വീണ്ടും ചെവിയോട് ചേർത്ത് വെച്ചു. റോഷ്നി. ഇത്തിരി ശബ്ദത്തിൽ ഉച്ചത്തിൽ വിളിച്ചതും അപ്പുറത്തുനിന്നൊരു മൂളൽ മറുപടിയായി കേട്ടു. ആ ഒരൊറ്റ മൂളൽ തന്നെ അവൾ എന്തിനോടോ പിണക്കത്തിലാണെന്ന് അവന് മനസ്സിലായി. പക്ഷെ എന്തിനാണ് ഈ പിണക്കമെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. എന്താ നിന്റെ പ്രശ്നം? അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഹരി തന്നെ ചോദിച്ചു. അതിന് മറുപടി ഒന്നും കിട്ടിയില്ല. ഞാൻ വിളിച്ചപ്പോ കോൾ അറ്റൻഡ് ആക്കാൻ എന്തെത്ര താമസം? അവൻ അറിയാതെ ഒരു അധികാരഭാവം അവന്റെ വാക്കുകൾ നിറഞ്ഞു നിന്നു. ഞാൻ ഉറങ്ങുമായിരുന്നു. അലസമായ ഒരു മറുപടി. ആ മറുപടിയിൽ അവളുടെ ശബ്ദത്തിൽ അവന്റെ ദേഷ്യം കൂട്ടുകയാണ് ചെയ്തത്. രാവിലെ തൊട്ട് ഈ നേരം വരെ നീ ഉറങ്ങുമായിരുന്നോ? ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കുറച്ചു മുൻപും അയച്ച മെസ്സേജ് എല്ലാം നീ കണ്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് അതിനൊന്നും റിപ്ലൈ ഇല്ലല്ലോ. അതോ ഉറങ്ങുന്ന നീ അറിയാതെ മെസ്സേജ് ആരെങ്കിലും റീഡ് ചെയ്യുന്നുണ്ടോ? അവന്റെ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. കുറച്ചു നേരം അവളുടെ മറുപടിക്ക് അവൻ കാത്തു. മറുപടിയൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അവൻ പല്ല് കടിച്ചു. എന്താടി നിന്റെ പ്രശ്നം? വാ തുറന്ന് കാരണം പറഞ്ഞാലല്ലേ നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയൂ. ഇന്നലെ ഫോൺ വിളിച്ച് വൈകുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പിന്നെന്താ? ആദ്യം ദേഷ്യത്തോടെയാണെങ്കിലും അവസാനമായപ്പോഴേക്കും അവൻ ഇത്തിരി സമാധാനത്തോടെയാണ് ചോദിച്ചത്. എടി പോടി എന്നൊക്കെ താൻ പോയി തന്റെ മറ്റവളെ വിളിച്ചാൽ മതി, എന്നെ വിളിക്കാൻ നിൽക്കണ്ട. ദേഷ്യത്തിൽ റോഷ്നി പറഞ്ഞതും ഹരിയുടെ പൂരികൻ ചൊളിഞ്ഞു. മറ്റവളോ? റോഷ്നി, മര്യാദയ്ക്ക് സംസാരിച്ചു, അതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ താൻ എന്തോ ചെയ്യും? താൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിൽ തനിക്ക് എന്താണോ പ്രശ്നം? താൻ വിളിക്കുമ്പോ ഞാൻ എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എടുക്കും, സൗകര്യം ഇല്ലെങ്കിൽ എടുക്കില്ല. അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ തന്നെ അറിയിക്കണം. റോഷ്നി ചീറിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഹരി ഫോൺ ചെവിയിൽ നിന്ന് മകത്തി പിടിച്ചു. പെണ്ണ് അതുപോലെ കിടന്ന് കാറുവാണ്, അലറി പൊളിക്കുന്ന പോലെ. ഞാൻ ഒരു വട്ടം നിന്നോട് പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കാൻ. ഇനിയും മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ നിനക്ക് താങ്ങാവുന്നതിലും അപ്പുറം വല്ലതും പറയും. അത്ര നേരം അവളുടെ വാക്കുകൾക്ക് വലിയ വാശി കാണിക്കാതിരുന്ന ഹരി അവസാനം അവളുടെ വാക്കുകൾ കേട്ട് നല്ല ദേഷ്യം വന്നതുപോലെ പറഞ്ഞു. താൻ എന്ത് ചെയ്യും? കൂടിപ്പോയ 4 തെറി പറയും അല്ലെ? ആ തെറിയേക്കാൾ വലിയ തെറി പറയാൻ എനിക്കും അറിയാം. പിന്നെ അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും മര്യാദയ്ക്ക് സംസാരിക്കാം. ഇങ്ങോട്ട് തരുന്ന മര്യാദയെ അങ്ങോട്ടും കിട്ടുള്ളൂ. ഞാൻ നിനക്ക് എന്ത് മര്യാദ തന്നില്ല? നിന്നെ ഡീ വിളിച്ചതോ? അതിന് നീ എന്നെ താൻ നീ എന്നൊക്കെ വിളിക്കുന്നില്ലേ? ഞാൻ വിളിക്കും. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് വിളിക്കും. എന്റെ നാവ് കൊണ്ട് ഞാൻ അങ്ങനെ പലതും വിളിക്കും. അത് നീ നോക്കണ്ട. അത് ശരി, എന്നാ എന്റെ നാവ് കൊണ്ട് ഞാനും എനിക്ക് തോന്നിയതൊക്കെ വിളിക്കും. നീ അത് നോക്കണ്ട. ഹരി അവൾ പറഞ്ഞ പോലെ പറയുമ്പോൾ റോഷ്നിയുടെ മറുപടി ഒന്നും വന്നില്ല. ആ പല്ല് കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം അവൻ ഇവിടെ കേട്ടു. എന്താ നിന്റെ പ്രശ്നം? രാവിലെ തൊട്ട് ഞാൻ അയക്കുന്ന മെസ്സേജിന് എന്താ റിപ്ലൈ തരാത്തത്? എന്നല്ല ഞാൻ ചോദിച്ചോളൂ. അതിന് നീ ഇങ്ങനെ ചാടി കളിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അതിന് ചാടി കളിച്ചില്ലല്ലോ. എന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നവരെ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കില്ല. അതൊക്കെ ബാക്കിയുള്ളവരെ ഞാൻ ബോധിപ്പിക്കണോ? റോഷ്നി പറഞ്ഞു നിർത്തിയതും പുരികം ചെറുതായി വളച്ച കണ്ണു ചുരുക്കി ഹരി എന്തോ ആലോചിച്ചു. നീ പറഞ്ഞു വന്നത് മനസ്സിലായില്ല. ഇതിൽ കൂടുതലൊന്നും മനസ്സിലാക്കി തരാൻ എനിക്കറിയില്ല. എന്റെ ഏട്ടന്റെ ഭാര്യയുടെ സഹോദരൻ ആ സ്ഥാനത്ത് നിന്ന് സംസാരിച്ചാൽ മതി, അല്ലാതെ എന്റെ ആരെങ്കിലും ആവാൻ നോക്കണ്ട. എനിക്കത് ഇഷ്ടമില്ല. എനിക്ക് മെസ്സേജ് അയക്കണ്ട, എനിക്കിനി വിളിക്കുകയും വേണ്ട. റോഷ്നി പറഞ്ഞതും ഹരി ഒന്നും മിണ്ടാതെ പകച്ചുകൊണ്ട് ഒരു നിമിഷമായിരുന്നു. എന്തെങ്കിലും അവളോട് പറഞ്ഞുകൊണ്ട് തർക്കിക്കാനുള്ള ഊർജം ചോർന്നു പോയതുപോലെ, അവന്റെ നാവ് വറ്റി വരണ്ട പോലെ, അവന്റെ കണ്ണുകൾ അവൻ പോലും അറിയാതെ നിറഞ്ഞുപോലെ. കുഞ്ഞി. കുറച്ചു നേരത്തെ നിശബ്ദയ്ക്ക് ശേഷം ഹരി ശബ്ദം താഴ്ത്തി പതിയെ വിളിച്ചു. അപ്പുറത്തുനിന്ന് യാതൊരു അനക്കവും ഇല്ല. എന്താടാ? എന്താ നിന്റെ പ്രശ്നം? അറിഞ്ഞോണ്ട് ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ പിണങ്ങി നടക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? പറയടാ.
നിന്റെ മനസ്സിൽ എന്താണെങ്കിലും നിന്റെ ഹരിക്കുട്ടനോട് പറ. ഞാൻ ഒരു തേങ്ങ ചെവിയിൽ പതിഞ്ഞതും ഫോൺ ഓഫായതും അവൻ ചെവിയിൽ അറിഞ്ഞു. പറയാൻ വന്നത് പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാതെ അവൻ ഒരു നിമിഷം ആ ഇരിപ്പിരുന്നു. ഫോൺ ചെവിയിൽ നിന്ന് മാറ്റുക പോലും ചെയ്യാതെ ആ ഒരു ഇരിപ്പ്. ഫോൺ കട്ടാക്കി സ്വിച്ച് ഓഫാക്കിയ ശേഷം അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് മുഖം പൂഴ്ത്തി പൊട്ടിക്കരഞ്ഞു. തലേന്ന് രാത്രി അവളുടെ അമ്മ പറഞ്ഞ വാക്കുകളേക്കാൾ അവളെ വേദനിപ്പിച്ചത് ഈ നിമിഷമാണ്. അവനോട് വഴക്കിട്ട ഈ നിമിഷം. പറയാതെ അവൻ അറിയാതെ ഉള്ളിലുള്ള ഇഷ്ടം ഇതോടെ തീർന്നു ഉറപ്പിച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് അമർന്ന് കിടന്നുകൊണ്ട് ഉറക്കെ കരഞ്ഞു. ഹരിയാണെങ്കിൽ അവളുടെ പിണക്കത്തിന്റെ കാരണം അറിയാതെ, അവൾ വഴക്കടിച്ചതിന്റെ കാരണം അറിയാതെ, അവസാനം കേട്ട അവളെ തേങ്ങലിൽ ആർത്തം അറിയാതെ അവൻ വീണ്ടും വീണ്ടും റോഷന്റെ ഫോണിലേക്ക് അടിച്ചുകൊണ്ടിരുന്നു. സ്വിച്ച് ഓഫ് എന്നതിന് അപ്പുറത്തേക്കൊന്നും കേൾക്കുന്നില്ലെന്ന് കണ്ടതും അവൻ ഫോൺ കയ്യിൽ മുറുക്ക പിടിച്ചു. ആ രാത്രി രണ്ടുപേർക്കും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. കുഞ്ഞി. ഡോറിൽ തട്ടി സുഭദ്ര വിളിക്കുന്ന ശബ്ദം കേട്ടാണ് റോഷ്നി ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റത്. നല്ല തലവേദനയുണ്ട്. ആ തലവേദനയോടെ തന്നെയാണ് അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റതും വാതിൽ പോയി തുറന്നതും. കോളേജിൽ പോവണ്ടേ? കോളേജിൽ പോയി തുടങ്ങിയത് മുതൽ ഒരു ദിവസവും പോവില്ല. പറഞ്ഞോട് നേരെ നോക്കിയെന്ന് റോഷന്റെ വീർത്തി കെട്ടിയ മുഖത്തേക്കാണ്. എന്തേ, നിന്റെ തലവേദന മാറിയില്ലേ? സുഭദ്ര ചോദിക്കുമ്പോൾ റോഷ്നി ഇല്ലെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്ന് ബെഡിലേക്ക് ഇരുന്നു. സുഭദ്ര അവളെ അടുത്തായിരുന്നു. ലച്ചു രാവിലെ വിളിച്ചിരുന്നു. രാത്രി മുതൽ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട്. സുഭദ്ര പറയുമ്പോൾ റോഷ്നി ഒന്നും മിണ്ടാതെ മുട്ടുകാലിൽ കൈമുട്ട് രണ്ടും കുത്തി അതിലേക്ക് മുഖം അമർത്തിയിരുന്നു. ഇന്ന് വൈകിട്ട് ഹരിക്കൊരു പെണ്ണ് കാണാൻ പോകുന്നുണ്ടെന്ന് നിന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചത്. നീ പോകുന്നുണ്ടെങ്കിൽ കോളേജ് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോവാൻ, രാത്രി അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. സുഭദ്ര പറയുമ്പോൾ റോഷ്നി ഞെട്ടിത്തരിച്ചുകൊണ്ടിരുന്നു. ശ്വാസം പോലും എടുക്കാൻ മറന്നുകൊണ്ട് ഒരു ഇരിപ്പ്. ആ പറഞ്ഞത് അവൾക്കൊരു പുതിയ അറിവായിരുന്നു. എന്താ ചെയ്യുന്നത്? നീ പോകുന്നുണ്ടോ? റോഷ്നിയെ നോക്കി സുഭദ്ര ചോദിക്കുമ്പോൾ അവൾ ഇല്ലെന്ന് തലയാട്ടി. മുഖം ഉയർത്തിയില്ല. ആ കണ്ണുകളിൽ നിന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളം ചാടുന്നത് സുഭദ്ര കണ്ടാലോ എന്നൊരു ഭയം. എന്നാ ഞാനത് ലക്ഷ്മിയെ വിളിച്ചു പറയട്ടെ. ശരിയായ മതിയായിരുന്നു. നല്ല കുട്ടി ആവട്ടെ. എല്ലാം കൊണ്ടും ഒരു കുടുംബം മുന്നോട്ട് പോവേണ്ടത് ആ കുട്ടിയിലൂടെയാണ്. അവന് ലച്ചു അല്ലാതെ ആരുമില്ല. സുഭദ്ര എന്തൊക്കെയോ പറഞ്ഞിട്ട് പുറത്തേക്ക് നടക്കുമ്പോൾ റോഷ്നി ബെഡിലേക്ക് മലർന്നു കിടന്നു. കണ്ണിൽ നിറഞ്ഞ വെള്ളം രണ്ടും പുറത്തോടെ ഒഴുകിയിറങ്ങി. ഹരി രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ ലച്ചുവും റയാൻഷും ഹാളിൽ ഇരിക്കുന്നുണ്ട്. ലച്ചുവിന്റെ മടിയിൽ തലവെച്ച് കിടന്ന് ടിവിയിലേക്ക് നോക്കുകയാണ് റയാൻഷ്. അയ്യോ, ഏട്ടൻ വന്നു. എഴുന്നേൽക്ക്, ഞാൻ വിളമ്പി കൊടുക്കട്ടെ. ഹരി സ്റ്റേപ്പ് ഇറങ്ങി താഴേക്ക് വന്നതും റയാൻഷിന്റെ തറയിൽ പിടിച്ച് മാറ്റിക്കൊണ്ട് ലച്ചു ഇരുന്നിടത്തുനിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി. എന്നാൽ റയാൻഷ് അതിന് സമ്മതിക്കാതെ അവളുടെ മടിയിൽ തന്നെ കിടന്നു. കിച്ചുവേട്ടാ, എഴുന്നേൽക്ക്. ഇത്തിരി ശക്തിയിൽ അവനെ പിടിച്ചു മാറ്റി ലച്ചു എഴുന്നേറ്റ് ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് നടന്നു. റയാൻഷ് അവളെ നോക്കിക്കൊണ്ട് വീണ്ടും സെറ്റിയിലേക്ക് തന്നെ കിടന്നു. ഏട്ടൻ എന്ന ഓഫീസിൽ പോകുന്നില്ലേ? ഹരിയുടെ അടുത്തിരുന്ന് അവന്റെ പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുത്തുകൊണ്ട് ലച്ചു ചോദിച്ചു. കാണും സമയം 10 കഴിഞ്ഞിട്ടുണ്ട്. ഇല്ല, ഹരി ഒരു വല്ലായ്മയുടെ പറഞ്ഞു. റയാൻഷും ലച്ചുവും ഉള്ള ദിവസം വൈകി എഴുന്നേറ്റിന്റെ ഒരു വല്ലായ്മ അവന്റെ ശബ്ദത്തിലുണ്ട്. രാത്രിയിൽ ഉറക്കം ശരിയാവാത്തത് കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയതാണ്. ഓ, പെണ്ണ് കാണാൻ പോകുന്നത് പ്രമാണിച്ച് ലീവുണ്ടോ? സെറ്റിയിൽ കിടക്കുന്ന റയാൻഷ് മുഖം ഉയർത്തി ആക്കി ചോദിക്കുമ്പോൾ ഹരി കയ്യിലെടുത്ത ഇടിയപ്പം വായിലേക്ക് വെച്ചുകൊണ്ട് അവനെ ഒരു നോട്ടം നോക്കി. റയാൻഷ് അതിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് നോട്ടം വീണ്ടും ടിവിയിലേക്കാക്കി. നിങ്ങൾ കഴിച്ചോ? കുറച്ചു നേരമൊക്കെ ഏട്ടനെ കാത്തിരുന്നു. പിന്നെ കാണുന്നില്ലെന്ന് കണ്ടപ്പോ ഞങ്ങൾ കഴിച്ചു. അതിന് ഹരി ഒന്ന് മോളിക്കണ്ട് കഴിച്ചു തുടങ്ങി. റയാൻഷ് സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു. കിച്ചുവേട്ടന് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോവാൻ നിൽക്ക. പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുകളിലേക്ക് സ്റ്റെപ്പ് കയറുന്ന റയാൻഷിനെ നോക്കുന്ന ഹരിയെ നോക്കി ലച്ചു പറഞ്ഞു. അവരിന്ന് പോകുന്നുണ്ടോ? ഞാൻ കരുതി സമയം ഇത്രയപ്പോ അവൻ പോകുന്നില്ലെന്ന്. ലച്ചുവിനെ നോക്കി ഹരി മറുപടി പറയുമ്പോൾ സ്റ്റെപ്പ് കയറുന്ന റയാൻഷ് അത് കേട്ട് തിരിഞ്ഞു നോക്കി. ഓ പിന്നെ, നിനക്കിന്നൊരു പെണ്ണ് കാണലുണ്ടെന്ന് കരുതി ഞങ്ങൾക്ക് ജോലിക്കൊന്നും പോവണ്ടേ? പെണ്ണ് കാണലുണ്ടെന്നും പറഞ്ഞ് നിന്നെപ്പോലെ വീട്ടിൽ കുത്തിയിരിക്കണോ? റയാൻഷ് പറഞ്ഞു കേട്ടതും ഹരി ദേഷ്യത്തിൽ ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റു. ആടാ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം. കാരണം നീ എന്റെ പെങ്ങളെ കാണാൻ വന്നിട്ടില്ലല്ലോ. കണ്ടവരെ പറഞ്ഞു വീട്ടിട്ടില്ലേ നീ നിന്റെ പെണ്ണ് കാണൽ നടത്തിയേ. അതുകൊണ്ട് നിനക്ക് അങ്ങനെയൊക്കെ പറയാം. കണ്ടവരെയാണോ ഞാൻ പറഞ്ഞു വിട്ടത്? എന്റെ അച്ഛനും അമ്മയും പെങ്ങളും അപ്പച്ചിയും കുടുംബവുമാണ് എന്റെ പെണ്ണ് കണ്ണിൽ വന്നത്. അത് നിനക്ക് കണ്ടവരാണെങ്കിൽ എനിക്ക് കണ്ടവരല്ല. കയറി 2 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി വന്ന റയാൻഷ് ദേഷ്യത്തിൽ പറഞ്ഞു. ഹരി പറഞ്ഞ വാക്കുകൾ അവനായി തന്നെ കൊണ്ടിട്ടുണ്ട്. ലച്ചു പേരുടെ 2 പേരെയും നോക്കിക്കൊണ്ട് ചേർന്ന് എഴുന്നേറ്റും. ഹളിയ, നീ വെറുതെ ഓരോന്നും പറഞ്ഞ് ചാടിക്കളിക്കാൻ വരല്ലേ. എന്റെ മോടുന്ന മൊത്തത്തിൽ ശരിയല്ല. ഞാൻ ദേഷ്യം വരുമ്പോ അറിയാതെ എന്തെങ്കിലും വിളിച്ചു പറയും. അതുകൊണ്ട് എന്നെ ചുമ ചൊറിയാൻ വരല്ലേ പ്ലീസ്. റയാൻഷ് പറഞ്ഞതിന് മറുപടി പറഞ്ഞാൽ ഇനിയും ഈ വഴക്ക് പലതിലേക്ക് നീണ്ടുപോകുമെന്ന് മനസ്സിലായപ്പോൾ ഹരി സൗമ്യമായി ഇടപെട്ടു.
റയൻഷ് ഹരിയെ കടിപ്പിച്ച് നോക്കിയ ശേഷം മുകളിലേക്ക് തന്നെ നടന്നുപോയി. പെങ്ങളും മാങ്ങളെയും മനുഷ്യ സ്വസ്ഥത കളയാൻ ഇറങ്ങിയിരിക്കാം. കഴിക്കാതെ ചെറിയിൽ നിന്നും എഴുന്നേറ്റ് ഹരി പിന്നെ അതിലേക്ക് ഇരിക്കാതെ നേരെ കൈ കഴുകാൻ നടന്നു. അതിനിടയിൽ അവൻ പറഞ്ഞത് ലച്ചു കൃത്യമായി കേൾക്കുകയും ചെയ്തു. പക്ഷെ അവൾക്കൊന്നും മനസ്സിലായില്ല. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ലച്ചു ചിന്തിച്ചത്. ലച്ചു കൈ കഴുകി തിരിഞ്ഞ ഹരി ലച്ചുവിനെ വിളിച്ചതും എന്താ ചിന്തിച്ചുകൊണ്ടിരുന്ന ലച്ചു ഹരിയെ നോക്കി. ഇന്നിനി പെണ്ണ് കാണാൻ പോണോ? എനിക്ക് ആകെ ഒരു മടുപ്പ്, ഒരു സുഖം തോന്നുന്നില്ല. നമുക്കിത് വേണ്ടെന്ന് വെച്ചാലോ? ഹരി പറയുന്നത് കേട്ട് ലച്ചു അവനെ കണ്ണുകൊട്ടി നോക്കി. ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ ശരിക്കും ഇന്നലെ പോവേണ്ടതാ. ഇന്നലെ വരില്ലെന്ന് പറഞ്ഞു, ഇനി ഇന്നും വരില്ലെന്ന് പറഞ്ഞാ അവരെന്ത് കരുതും? വല്യച്ഛനല്ലേ അതിന്റെ കുറവ്. അതുകൊണ്ട് നമുക്ക് പോയി ആ പെൺകുട്ടിയെ കണ്ടിട്ട് വരാം. അതിനുശേഷം ഒരു തീരുമാനം എടുക്കാം. അല്ലാതെ ഇപ്പൊ തന്നെ വേണ്ടെന്ന് ഒന്നും വെക്കണ്ട. ലക്ഷ്യ പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടാതെ സെറ്റിയിലേക്ക് ഇരുന്നു. തലയ്ക്ക് ആകെ പെരുക്കുന്ന പോലെ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ സെറ്റിയിലേക്ക് ചാരിയിരുന്നു. ഞാൻ പോയിട്ട് വരാം. റയൻഷിന്റെ ശബ്ദം കേട്ടപ്പോൾ ഹരി കണ്ണുകൾ തുറന്ന് ഹരിയെ നോക്കി. ലച്ചുവിന്റെ നെറ്റിയിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവൻ ഹരിയെ നോക്കി പുറത്തേക്ക് നടന്നു. കിച്ചുവേട്ടാ, നേരത്തെ വരാൻ നോക്കണം. ഞാൻ വന്നില്ലെന്ന് കരുതി പെണ്ണ് കാണാൻ പോവാതിരിക്കൊന്നും ചെയ്യില്ലല്ലോ. റയൻഷ് തിരിഞ്ഞു നോക്കി ചോദിക്കുമ്പോൾ ഹരി ലച്ചും ഒരുപോലെ റയൻഷിനെ നോക്കി. ലച്ചു സങ്കടത്തോടെ അവനെ നോക്കിയപ്പോൾ റയൻഷ് കണ്ണ് ചിമ്മി കാണിച്ചു. വരാം. റയൻഷ് പറയുമ്പോൾ ലച്ചു തല കുലുക്കി കാണിച്ചു. അവൻ പോയിട്ടാണ് ലച്ചു അകത്തേക്ക് കയറിയത്. അപ്പോഴും ഹരി സെറ്റിയിലേക്ക് ചാരിയിരിക്കുകയാണ്. ലച്ചു അവന്റെ അടുത്തേക്കിരുന്നു. മനസ്സിനൊരു സുഖമില്ല ലച്ചുട്ടി. അവനത് പറയുമ്പോൾ അവന്റെ മനസ്സിൽ റോഷ്നിയായിരുന്നെങ്കിൽ അവന്റെ വാക്കുകൾ കേട്ട് ലച്ചുവിന്റെ ഉള്ളിൽ അച്ഛന്റെ മുഖമായത്. അവരെ ഓർത്താകും അവന്റെ വേദന എന്ന് തോന്നിയത് കൊണ്ടാവാം അവളൊന്നും മിണ്ടാതെ അവന്റെ തോളിലേക്ക് ചാരിയിരുന്നു.